ഹായ് ഹലോ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന വാഴക്കൂമ്പ് കട്ട്ലറ്റാണ്. അതിനായിട്ട് ഞാൻ ഒരു മീഡിയം സൈസ് വാഴക്കൂമ്പ് നല്ലതുപോലെ കൊത്തി അരിഞ്ഞ് കറയൊക്കെ മാറ്റി വെള്ളമൊക്കെ തോർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് അതിനാവശ്യമുള്ള സാധനങ്ങൾ: സവാള ഒരു 2 ചെറിയ സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, പിന്നെ ഒരു ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഇത്തിരി കരിയാപ്പില പൊടിയായി അരിഞ്ഞത്, പിന്നെ അതുകൂടാതെ 2 ഉരുളൻകിഴങ്ങ് ഞാൻ പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഞാൻ എടുത്തേക്കുന്ന റസ്ക് പൊടിയാണ്. പിന്നെ ഒരു മുട്ട അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഗ്യാസ് കത്തിച്ച് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായാൽ നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് വഴറ്റാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് സവാള ഇടാം. നല്ലതുപോലെ എണ്ണ ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് ഒരിത്തിരി ഉപ്പിട്ട് കൊടുക്കാം, പെട്ടെന്നൊന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടി. അതിൻ്റെ കൂടെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ വഴറ്റി സവാളയുടെ കളറൊന്ന് മാറ്റിയെടുക്കാം. സവാളയുടെ കളറൊന്ന് മാറി വരുന്നുണ്ട്. നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ സവാള എല്ലാം നല്ലോണം വഴണ്ടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച കറിവേപ്പില അതിനകത്ത് ഇട്ട് ഇടാക്കാം. അതിന് ശേഷം നമ്മൾ നേരത്തെ കൊത്തി അരിഞ്ഞ് വെച്ചേക്കുന്ന വാഴക്കൂമ്പ് ഇതിലേക്ക് ഇടാം. നമ്മുടെ വാഴക്കൂമ്പ് ഇതിലേക്ക് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണേ. നേരത്തെ നമ്മൾ ഇത്തിരി വഴണ്ടി വരാൻ വേണ്ടി ഇത്തിരി ഉപ്പ് ഇട്ടിട്ടുള്ളൂ. ഇനി ഇതൊന്ന് റെഡിയായി വരുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിടാം. നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇളക്കി ചേർക്കുന്ന വേവിക്കാം. വാഴക്കൂമ്പ് പെട്ടെന്നങ്ങ് വെന്തോളും. വലിയ വേവുള്ള സാധനമൊന്നും അല്ലല്ലോ. അങ്ങനെ നമ്മുടെ വാഴക്കൂമ്പൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ശകലം കൂടെ ഉപ്പ് ചേർത്തിട്ട് പൊടികളൊക്കെ ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തിട്ട് നമുക്ക് പൊടികൾ ചേർക്കാം. മുളക് പൊടി ചേർക്കണം. മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കണം. കുറച്ച് കാശ്മീരി ചില്ലി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണ് ഗരം മസാല. പിന്നെ കട്ട്ലറ്റ് അല്ലേ, അതുകൊണ്ട് നമുക്കിത്തിരി കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരത്തെ പുഴുങ്ങി വെച്ചേക്കുന്ന ഉരുളൻകിഴങ്ങ് കൂടെ ഇതിലൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. ഈ സമയത്ത് ഉപ്പ് നോക്കണം. എല്ലാം കൂടെ മിക്സ് ചെയ്ത സമയത്ത് ഉപ്പുണ്ടോ നോക്കണം. ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഇത് ചേർത്ത് ശരിയാക്കി എടുക്കണേ. ഉപ്പൂടെ ചേർത്തെല്ലാം മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലറ്റാണ്.
വാഴക്കൂമ്പ് ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കും നമ്മൾ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരെണ്ണമാണ്. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതെല്ലാം ഉരുളൻകിഴങ്ങും എല്ലാം ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാൻ വെക്കാം. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉരുട്ടിയെടുത്ത് നമ്മുടെ ഇതിനകത്ത് റസ്കിൻ്റെ പൊടിയിൽ മുക്കി മുട്ടയിലൊക്കെ മുക്കി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം. അങ്ങനെ നമ്മുടെ കട്ട്ലറ്റ് ഉണ്ടാക്കാനുള്ള വാഴക്കൂമ്പെല്ലാം തണുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഉരുട്ടി ഷേപ്പാക്കിയെടുക്കാം. കട്ട്ലറ്റിൻ്റെ ഷേപ്പ് ആക്കിയെടുക്കണം. കട്ട്ലറ്റിൻ്റെ ഷേപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പൊക്കെ വെച്ചോണം. അങ്ങനെ നമുക്ക് ഇതെല്ലാം ഉരുട്ടിയെടുക്കാം. ബാക്കിയുള്ള മാവും കൂടെ നമുക്ക് എല്ലാം കൂടെ ഉരുട്ടിയെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഈ വാഴക്കൂമ്പെല്ലാം കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും ഈ റസ്കിൻ്റെ പൊടിയിൽ മുക്കി മുട്ടയിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡിൻ്റെ പൊടിയോ എന്ത് വേണമെങ്കിലും എടുക്കാം. എൻ്റെ കയ്യിൽ ബ്രെഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ റസ്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് അതിനായിട്ട് ഒരു പാത്രം അടുപ്പി വെച്ച് എണ്ണ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണ് നല്ലത്. എണ്ണ ചൂടാകുമ്പോൾ നമുക്കിത് ഓരോന്നും ഇത് മുക്കി ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കാദ്യം മുട്ടയിൽ മുക്കാം. മുട്ടയിൽ മുക്കി ഇതിനകത്തോട്ടിട്ട് ഇതിനെ ഒന്ന് റെഡിയാക്കാം. ഇനി അടുത്ത ആളിനെ മുട്ടയിൽ മുക്കി നമുക്ക് ഇതിനകത്തോട്ടിട്ട് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ കട്ട്ലറ്റ് നമുക്ക് തിരിച്ച് ഒരു ഭാഗം മുരിഞ്ഞിട്ടുണ്ട്. നമുക്ക് തിരിച്ചിടാം. ഇത് പെട്ടെന്ന് കുക്കാവും. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ വാഴക്കൂമ്പ് കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക. താങ്ക് യു.